ഹായ്, ഞാനിപ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ ഇടാൻ കാര്യം നമ്മുടെ കുറുവാ സംഘങ്ങൾ രാത്രി മോഷണത്തിന് വരുന്നതിൻ്റെ വീഡിയോസ് പലരും ഇട്ടതിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്രയും എമർജൻസി ആയിട്ടാണ് ഞാനിപ്പോൾ ഈ നൈറ്റിൽ തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാര്യം. നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിൽ ചുറ്റും ലൈറ്റ് ഇടുക, അതും പവർ കൂടിയ ലൈറ്റുകൾ ഇടുന്നതും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡോറിൻ്റെ ബാക്ക് സൈഡ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ പാകത്തിന് പാത്രങ്ങളും കാര്യങ്ങളും വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പല സ്ഥലത്ത് ക്യാമറകളുണ്ട്, എല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ അതിലുപരി നമ്മൾ ഈ കിടക്കുന്ന പറമ്പുകൾ, പ്ലെയിനായിട്ട് കിടക്കുന്ന ഉപയോഗശൂന്യമായി കിടക്കുന്ന വീടുകളും പറമ്പുകളുണ്ടാവും. ആ പറമ്പുകളാണ് ഇവിടെ ഏറ്റവും വലിയ ഒളിത്താവളം. ആ ഒളിത്താവളങ്ങൾ നമ്മൾ മാക്സിമം ഇല്ലാണ്ടാക്കുക. അതായത് പറമ്പുകൾ പുല്ല് പിടിച്ചെടുക്കുന്ന ഇത് മുഴുവൻ, ചിലപ്പോൾ ചില പറമ്പിൽ 5 അടി 6 അടി ഹൈറ്റിലൊക്കെ പുല്ല് പിടിച്ചെടുപ്പുണ്ടാവും, കാട് പിടിച്ചെടുപ്പുണ്ടാവും. അത് മുഴുവനും എത്രയും പെട്ടെന്ന് എല്ലാവരും അത് കളയാൻ നോക്കുക. അത് ആരെങ്കിലും വെച്ച് എത്രയും പെട്ടെന്ന് ഓരോരോ പ്രോപ്പർട്ടിയിൽ ഈ മറ്റേ പുല്ല് എത്തുന്നവരെ കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ വെച്ച് എല്ലാം ക്ലിയർ ചെയ്താൽ തന്നെ അവരുടെ പകുതി മുക്കാലും ഒളിത്താവളങ്ങൾ നമ്മൾ ഇല്ലാണ്ടാക്കിയാൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും സേഫ് ആവും. അതല്ലാത്തടത്തോളം കാര്യം ഇവർ മുഴുവൻ അതിനുള്ളിലുണ്ടാവും. നമ്മൾക്ക് ഒരിക്കലും അങ്ങനെ കയറി എത്തപ്പെടാൻ പറ്റില്ല. അവർക്കൊരു പേടിയുണ്ടാവും, നമുക്ക് നല്ല പേടിയായിരിക്കും. അത് കാരണം കൊണ്ട് നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് മുഴുവൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാനും പറ്റും. അവർക്ക് വിചാരിച്ച രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവരുടെ ഒളിത്താവളമായ ഈ പറഞ്ഞ പോലെ പുല്ല് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് പറയാനുള്ളൂ. അപ്പോൾ മാക്സിമം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവരും ഇത് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.